ഗുജറാത്തിൽ ഒരു സെമിനാറിൽ സംസാരിക്കവെയാണ് സുപ്രീം കോടതി ജസ്റ്റിസ് A.R. ദാവെയുടെ പരാമർശം. താൻ ഇന്ത്യയുടെ ഏകാധിപതിയായിരുന്നെങ്കിൽ 1ാം ക്ലാസ് മുതൽ ഗീതയും മഹാഭാരതവും പഠനവിഷയമാക്കുമെന്നായിരുന്നു ദാവെയുടെ പ്രസ്താവന. As a matter of fact, had I been a dictator of India, I would have inculcated Gita and Mahabharata in class 1. That is the way in which you learn. You learn how to live life. I'm sorry if I say, someone will say that I'm not secular. Let them say. If something is good, we have to get it from everywhere. ദാവെയുടെ പ്രസ്താവനയ്ക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും ഇന്ത്യൻ മതേതര മൂല്യസങ്കല്പങ്ങൾക്ക് എതിരാണെന്നും ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു തന്റെ ബ്ലോഗിൽ വിമർശിച്ചു. പ്രസ്താവനയെ രൂക്ഷമായി വിമർശിച്ച കോൺഗ്രസ് വക്താവ് റാഷിദ് ആൽവെ 1ാം ക്ലാസ്സിലെത്തുന്ന കുട്ടികൾക്ക് അക്ഷരമറിയില്ലെന്ന് പരിഹസിക്കുകയും ചെയ്തു. ജനാധിപത്യ സംവിധാനത്തിലെ ഉന്നത സ്ഥാനങ്ങളിലിരുന്ന് മതഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുന്നത് ശരിയായ നടപടിയല്ലെന്ന് പ്രമുഖ ഇടതുചിന്തകൻ പ്രഭാത് പട്നായിക്കും ചൂണ്ടിക്കാട്ടി. ഒരു സിറ്റിംഗ് ജഡ്ജി എന്ന നിലയിൽ A.R. ദാവെ ഈ പരാമർശം നടത്തരുതായിരുന്നുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരിയും പറഞ്ഞു. अब एक सिटिंग जज होते हुए इस तरीके की बात कहना हम समझते हैं कि बहुत अनुचित है और बहुत गलत है. अब खैर वो जज साहब है, उनको जो कहना वो कह रहे हैं, लेकिन उन्हीं के जजमेंट्स के विपरीत जाने वाली बात है. പാഠപുസ്തകങ്ങളിൽ പുരാണങ്ങൾ ഉൾപ്പെടുത്തണമെന്ന വാദം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെ ശക്തമായി ഉയരുന്നുണ്ട്. ഇതിനു പിറകെയാണ് ജസ്റ്റിസ് ദാവെയുടെ പ്രസ്താവന. ന്യൂസ് ഡെസ്ക് മീഡിയ 1.